പുത്തൻ വിശേഷങ്ങളോ? പുത്തൻ വിശേഷം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്ത് പുത്തൻ വിശേഷം? ഒന്നുമില്ല. ജലദോഷമാണ്. അതുകൊണ്ട് AC-യിൽ ഇരുന്ന് ഇത് സിനിമ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും പുത്തൻ വിശേഷം. അതുകൊണ്ട് ഭയങ്കര സങ്കടം. സിനിമ ഞാൻ കുറെ ഒന്നും കണ്ടില്ല. കുറച്ച് 2-3 സിനിമ കണ്ടുള്ളൂ. കണ്ടിട്ട് ഞാൻ അങ്ങനെ സിനിമയെ വിലയിരുത്താൻ മാത്രം ഞാൻ പടം കണ്ടില്ല. സത്യമായിട്ടും എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ ഒരെണ്ണം കണ്ടത് പിന്നെ പഴയ സിനിമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയ സിനിമയുണ്ട്. പിന്നെ ഒരു മലയാള സിനിമ ഇന്നലെ പാനന്ത്യ സ്റ്റോറി എന്ന് പറയുന്ന VC അഭിലാഷിന്റെ. അത് കൊള്ളായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. ഞാൻ ഇന്റർനാഷണൽ സിനിമ ഒന്നും കണ്ടില്ല. സമയം കിട്ടിയില്ല എനിക്ക് കാണാൻ വേണ്ടി. ഞാൻ ഇന്ന് തന്നെയാണ് ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. ഏതാടേറ്റോ അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എനിക്ക് വിശ്വാസമില്ലേ? എന്നെ കുറെ പേർക്ക് പറഞ്ഞു വിശ്വാസമില്ലെന്ന്. അത് ഞാനിങ്ങനെ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഇങ്ങനെ ഇടുമല്ലോ, അതായത് ഇവളിങ്ങനെ ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ അവരെപ്പോഴും റാങ്കിങ് കാണുന്നില്ല, അതിനകത്ത് എടുക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഞാൻ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ ഇടുവാണേലും ഓൺലൈൻ മീഡിയക്കാർ കുറെ ഇങ്ങനെ ഇത് വിശ്വസിക്കുമെന്ന് അറിയാം. അപ്പൊ ഞാൻ അവന്മാരെ ഒന്ന് റാങ്ക് ആക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ടതാ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ എന്റെ തമ്പ് ചെയ്യുന്നു ഓൺലൈൻ മീഡിയക്ക് ചാകരക്കാരെന്ന്. അത് അവന്മാരെല്ലാം വെപ്രാളം പിടിച്ച് വിളിക്കണം. എന്നിട്ട് അവര് കുറെ ഹൈപ്പ് പ്രതീക്ഷിക്കണം. അതിന് ലാസ്റ്റ് അയ്യോ ഒന്നുമില്ലെന്ന് നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന പോലെ. അതായിരുന്നു എന്റെ ഒരു ഉദ്ദേശം. എന്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളി ഗൾഫിൽ നിന്ന് ഇവിടെ വന്നപ്പോ നമ്മൾ ചുമ്മാ കറങ്ങാൻ പോയപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്തിട്ടതാണ് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു സേവ് ദ ഡേറ്റ് ഇട്ടപ്പോ റിയൽ കല്യാണം കഴിക്കാതെ എനിക്ക് തന്നെ തലവേദന എന്ന് പറഞ്ഞ തലവേദന. കുറെ പേര് അവിടുന്ന് വിളിക്കുന്നു. മേക്കപ്പ് ഞങ്ങൾ ചെയ്യാം, ഇവന്റ് മാനേജ്മെന്റ് ഞങ്ങൾ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് വിളിക്കും. ഞാൻ വിചാരിച്ചു ശരിക്കും കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ എന്തോ ഒരു കഷ്ടപ്പാടാന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു. പിന്നെ എന്നെക്കാളും പ്രശ്നം എന്റെ ചുറ്റും നിന്ന ആൾക്കാർക്കായിരുന്നു. അവരെയൊക്കെ എല്ലാവരും വിളിച്ച് ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര അമ്മയൊക്കെ ഭയങ്കര ഇറിറ്റേഷനായി. അതൊക്കെയാണ്. അതൊരു പ്രാങ്ക് ആയിരുന്നു ഗായ്സ്. അത് മിക്കവാറും കാണത്തില്ല. ഉടനെയോ? അതൊന്നും ഇല്ല. എനിക്കതൊന്നും ഒരു താല്പര്യവും ഇല്ല വിവാഹത്തോടൊന്നും. എന്തിനാണ്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ മനുഷ്യന് സ്വന്തമായിട്ടേ ജീവിക്കാൻ വയ്യ. സ്വന്തമായിട്ട് ജീവിക്കാനേ പൈസ തികയുന്നില്ല. ഇനിയിപ്പോ ഒരാളെയും കൂടെ വയ്യ. സ്വന്തമായിട്ട് കുളിക്കാനും സ്വന്തമായിട്ട് ഡ്രസ്സ് അലക്കാനും വയ്യ. ഇനിയിപ്പോ വേറൊരാളെ വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊന്നും വയ്യ. വേറൊരാളുടെ വീട്ടിൽ പോയി എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊരാളുടെ കൂടെ അങ്ങനെ താമസിക്കുന്നത് ഇഷ്ടമില്ല. ആ പാർട്ട്ണർഷിപ്പ് ഒന്നും വർക്ക് ആവത്തില്ല. കാരണം നമ്മളിപ്പം സ്വന്തമായിട്ട് ഇപ്പൊ വേറൊരാളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കുറെ സമയം അങ്ങ് പോകും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് വായിക്കാനുള്ളത്, നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ഫ്രീഡമാണ്. മെയിനായിട്ട് റിലേഷൻഷിപ്പ് അത് എന്ത് ഇതായിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, അതൊക്കെ ഒരു എന്താ പറയാ ഫ്രീഡം കുറവായിരിക്കും. അങ്ങനെ റിലേഷൻഷിപ്പിലും അതിനകത്തൊക്കെ എന്താ പറയാ മാരേജിനകത്തേക്ക് പോയിട്ട് ഭയങ്കര ഫ്രീഡം കുറവായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ പറ്റില്ല. എത്രയൊക്കെ ആയിരുന്നു നമ്മൾ എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി ആ സ്നേഹം വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ നല്ല കല്യാണം കഴിക്കാതിരിക്കുന്നതാണ്. അതുണ്ട്. ആരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. എന്നിട്ട് വേണം ഇനി അയാളെ കൂടെ തള്ളയ്ക്കുന്നുണ്ടെങ്കിൽ വിളി കേൾക്കാം. എന്റെ ദൈവമേ, ഇവിടെ എനിക്ക് തന്നെ കിട്ടി പാടും. അത് വെളിപ്പെടുത്താത്തതിന്റെ കാരണം അതാണ്. എനിക്ക് പ്രണയം ഈ ഓൺലൈൻ മീഡിയ ഒക്കെ നമ്മൾ ഫേമസ് ആയ കാലത്തൊരു പ്രണയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആരുടെ ഇതുവരെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പം എക്സുകളുടെ ആണെങ്കിലും ഒന്നും പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ പ്രണയം 4 വർഷമൊക്കെ. പക്ഷെ ഞാൻ ആരുടെ പേര് വെളിപ്പെടുത്താത്തതിന്റെ കാരണം എനിക്ക് തെറി കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റൊരാൾക്കും കൂടെ എന്തിനു തെറി മേടിച്ച് കൊടുക്കുന്നു എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പറയാം. അത് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾക്ക് തെറി അത് ഇങ്ങനെ ചൊറഞ്ഞ് കണ്ടുപിടിക്കണോ? ജോലിയോ? കൃഷി.